നമസ്കാരം. IPLന്റെ അടുത്ത സീസണിന് മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ട്രേഡ് ആയിരിക്കും മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനും സൂപ്പർ ഓൾറൗണ്ടറുമായ ഹാർദിക് പാണ്ഡ്യയുടേത്. അദ്ദേഹം മുംബൈ വിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞുവെന്നും ഏതായിരിക്കും പുതിയ തട്ടകമെന്നുമാണ് ഇനിയിപ്പോൾ അറിയാനുള്ളതെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ ഹാർദിക്കിന്റെ പേരുമായി ചേർത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടെ പല ടീമുകളുടെയും പേര് ഉയർന്നു വരുന്നുണ്ട്. ട്രേഡിൽ ഹാർദിക്കിനെ വാങ്ങാൻ സാധ്യതയുള്ള ടീമുകൾ ആരൊക്കെയാകുമെന്നും പകരം ഏതു താരങ്ങളെയാകും MIക്ക് ലഭിക്കുക എന്നതും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നിരീക്ഷണം നടത്തുന്നതിൽ ഒരാൾ കൂടിയാണ് മുൻ ഓപ്പണറായ ആകാശ് ചോപ്ര. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. സ്വന്തം സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പങ്കുവച്ച വീഡിയോയിലാണ് സംസാരിക്കവെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഹാർദിക് പാണ്ഡ്യയുടെ ട്രേഡുമായി ബന്ധപ്പെട്ട ആകാശ് ചോപ്ര ചില നിരീക്ഷണങ്ങൾ നടത്തിയതും പ്രധാനമായും 3 ടീമുകളെയാണ് ഹാർദിക്കിന്റെ അടുത്ത തട്ടകമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും. ഹാർദിക് പാണ്ഡ്യയുടെ ട്രേഡ് ഉണ്ടാവുമെന്ന തരത്തിൽ IPL ഇപ്പോൾ ചർച്ചകൾ ചൂട് പിടിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം എങ്ങോട്ട് പോകും? ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പേരാണ് ആദ്യം ഉയർന്നത്. ചെന്നൈക്ക് ഹാർദിക്കിനെ വേണമെന്നതാണ് ചോദ്യം. വേണമോ എന്നതും ചോദ്യമാണ്. ചെന്നൈക്ക് മധ്യനിരയിലും ലോവർ ഓർഡറിലുമെല്ലാം ഒരു ബാറ്ററെ ആവശ്യമാണ്. അവരുടെ പക്കൽ ഓൾറൗണ്ടറുമില്ല. ജാമി ഓവർടൺ ഇത്തവണ നന്നായി പെർഫോം ചെയ്തു. പക്ഷേ പ്രശാന്ത് വീറിനെ നന്നായി ഉപയോഗിച്ചില്ല. ചെന്നൈക്ക് ആരെങ്കിലും ഒരാളെ ആവശ്യമാണ്. ഹാർദിക് അതിലേക്ക് ഫിറ്റ് ആകുകയും ചെയ്യും. ക്യാപ്റ്റൻസിയിലേക്ക് അദ്ദേഹത്തെ ആവശ്യമില്ല. അത് ഋതുരാജ് ഗെയ്ക്വാദോ സഞ്ജു സാംസണോ നിർവഹിക്കും. ഹാർദിക്കിനെ വിട്ടുകൊടുത്താൽ മുംബൈക്ക് പകരം ആരെ കിട്ടും? മുഴുവൻ ക്യാഷ് ഡീൽ അല്ലെങ്കിൽ താഴെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നയാളാണ് ശിവം ദുബെ ഒരു ഓപ്ഷൻ. മുംബൈയിൽ നിന്നുള്ളതാണ്. ഈ സീസൺ അത്ര നന്നായില്ലെങ്കിലും വാങ്ഡേയിൽ ചെറിയ ഗ്രൗണ്ടിൽ തിളങ്ങാൻ സാധിക്കും. ദുബെയെ ചിലപ്പോൾ MIക്ക് വിട്ടുകൊടുത്തേക്കും. മുംബൈക്ക് ഒരു ഇന്ത്യൻ പേസറെ ആവശ്യമാണ്. ദുബൈക്കൊപ്പം അർഷൽ കമ്പോഞ്ചിനെയും ചോദിച്ചേക്കാമെങ്കിലും കിട്ടാൻ ഇടയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സഞ്ജുവിനെയും ചോദിച്ചേക്കുമെങ്കിലും ലഭിക്കില്ല. ഖലീൽ അഹമ്മദ് വരുമോ എന്നും ദുബൈയും ഖലീലും ട്രേഡിന്റെ ഭാഗമാകുമോ എന്നും അറിയേണ്ടതാണ്. ആയുഷ് മാത്രയെ മുംബൈക്ക് ആവശ്യം വന്നേക്കുകയുമില്ല. ചോപ്ര വിശദമാക്കി. ഹാർദിക്കിനേറെ താല്പര്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ടീം ലക്നൗ സൂപ്പർ ജെയിൻസ് ആണ്. അവർ പുതിയ ക്യാപ്റ്റനെയും തിരയുന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. നായകനെ മാത്രമല്ല ലോവർ മിഡിൽ ഓവറിൽ ഇന്ത്യൻ ബാറ്ററേയും ആവശ്യമാണ്. അതും ഹാർദിക്കിൽ ഭദ്രമാണ്. ഋഷഭ് പന്തിനെ കൊടുത്ത് ഹാർദിക്കിനെ LSGക്ക് വാങ്ങാൻ സാധിക്കും. കൂടാതെ ഒരു ഇന്ത്യൻ പേസറെയും ഒപ്പം നൽകാം. LSGയുടെ പക്കലാവട്ടെ ഒരുപാട് ഇന്ത്യൻ പേസർമാരുണ്ട്. ആകാശ് സിംഗ്, മൊഹസിൻ ഖാൻ, മായങ്ക് യാദവ്, പ്രിൻസ് യാദവ്, ആവേശ് ഖാൻ തുടങ്ങി ഒരുപാട് പേരുണ്ട്. ഇതിൽ ആരെ വേണമെങ്കിലും മുംബൈക്ക് ആവശ്യപ്പെടാവുന്നതാണ്. മുംബൈക്ക് ചോദിക്കാനുള്ള ഒരു അവകാശവും അവരുടെ പക്കലുണ്ട്. ഹാർദിക്കിനെ ട്രേഡ് ചെയ്യാനിടയുള്ള മൂന്നാമത്തെ ടീമായി കരുതുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്കും ഒരു നായകനെ ആവശ്യമാണ് എന്ന നിലയിൽ ആണ് ഇത്രയും പറയുന്നത്.